എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 നടന്ന കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, അതായത് 15ാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്ര മുസ്ലിം MLA തിരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞുതരാം. 32 മുസ്ലിം MLA നമ്മുടെ ഈ അസംബ്ലിയിൽ. അതായത് 15 പേര് ലീഗിൻ്റെ MLA, പിന്നെ 9 പേർ CPM നിന്ന്, 3 പേര് കോൺഗ്രസിൽ നിന്ന്, 3 ഇൻഡിപെൻഡൻറ്റ് MLA, അതായത് KT ജലീൽ, PV അൻവർ, PT റഹീം, പിന്നെ INLൻ്റെ കോഴിക്കോട് സൗത്തിൽ നിന്നുള്ള അഹമ്മദ് ദേവർകോവിൽ. അദ്ദേഹം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ 2.5 വർഷക്കാലം തുറമുഖ മന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി. പിന്നെ നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ താനൂർ എന്നുള്ള MLA V അബ്ദുറഹ്മാൻ. അദ്ദേഹം ഇപ്പോൾ സ്പോർട്സ് വഖഫിൻ്റെയൊക്കെ മിനിസ്റ്ററാണ്. അപ്പോൾ ഈ രണ്ട് മുന്നണികൾ ചേർത്ത് 2021 നടന്ന അസംബ്ലി ഇലക്ഷനിൽ 32 മുസ്ലിം MLA ഈ 15ാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ഇത് 2021 നടന്ന കാര്യമാണ്. ഇനി 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ 2026 ആകുമ്പോഴത്തേക്ക് ഈ 32 നിന്ന് അത് ഒരു 40 കൂടുതലും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ തന്നെ രണ്ട് മുന്നണികളിലും അനവധി ഈ SDPയുടെയും ആൾക്കാർ, പല ആൾക്കാർ ഈ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലാണ്. അപ്പോൾ ഈ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2026 ആകുമ്പോൾ അതൊരു 40 കടന്നു, 2031 ആകുമ്പോൾ അതൊരു 50, ഒരു 55 ആ റേഞ്ചിൽ വരും. 55 മുസ്ലിം MLA കേരളത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇവിടെ ലീഗ് ഭരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MLA ലീഗിൻ്റെ പക്ഷത്തോട്ട് വരും, ലീഗ് ഭരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അതായത് SDP എന്തുകൊണ്ടാണ് 2031 കേരളം ഭരിക്കും എന്ന് പറഞ്ഞത്. SDP MLA പക്ഷേ 2026 അവർക്ക് മിക്കവാറും MLA ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2031 ആകുമ്പോഴും അതിൽ കൂടുതൽ MLA ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് SDP പറഞ്ഞത് 2031 ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ്. അതായത് ഇത്രയും MLA ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് ലീഗായിരിക്കും ഭരിക്കുക, ലീഗിനായിരിക്കും കൂടുതൽ MLA ഉണ്ടാവുക. ലീഗിനൊരു മതേതരത്വ മുഖം നൽകിയിട്ടുണ്ടല്ലോ കേരള സമൂഹം. ശരിക്കും ആ പൊയ്മുഖം ശരിക്കും അഴിഞ്ഞ് വീണിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഇവരുടെ പല കാര്യങ്ങളും അഴിഞ്ഞ് വീണിരിക്കുകയാണ്. ഇവരുടെ മുഖം മൂടി അഴിഞ്ഞ് വീണിരിക്കുകയാണ്. അവർ ശരിക്കും ഈ SDP ഭരിക്കുന്നതും ലീഗ് ഭരിക്കുന്നതും ഏകദേശം ഒരേ മാതിരി തന്നെയാണ്. അതായത് രണ്ടാളും ഇപ്പം ആരാണ് വലുതെന്ന് മത്സരിക്കുകയാണ്. അതായത് ലീഗിന് ഒരു മതേതര പാർട്ടിന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. അവരൊരു പക്ക വർഗീയ പാർട്ടിയാണ്. SDPയെക്കാട്ടിയും വർഗീയ പാർട്ടിയാണ് ലീഗ്. അപ്പോൾ ആ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സ്റ്റേറ്റ് ചീഫായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര ഒരു ഫ്രിഞ്ച് ഒരു മൈൻഡ് സെറ്റിൽ ഒരാളാണ്. അതായത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഒരാളാണ്. നമുക്കറിയാം, കുറച്ച് വർഷം മുന്നേ ഈ ഹാഗിയ സോഫിയ തുർക്കിയിലെ പള്ളി പിടിച്ചെടുത്ത് അവിടെ ഒരു ഇസ്ലാമിക പള്ളി ആക്കിയപ്പോൾ ചന്ദ്രികയിൽ ലേഖനം എഴുതി. എന്താണ് എഴുതിയെന്നറിയോ? അതായത് ഇത് ഈ ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കൊരു ഊർജ്ജം പകരും. ഇത് ഏത് ജനാധിപത്യ വിശ്വാസികൾക്കാണ് ഊർജ്ജം പകരും ഇതൊക്കെ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് അത് സമൂഹത്തിന് മുന്നിൽ പച്ചക്ക് വർഗീയം പറഞ്ഞ്, അതായത് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും, അതായത് അവർക്ക് അനുകൂലമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ചിത്രീകരിക്കുക. പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും സംഭവിക്കണം, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോശമായി ചിത്രീകരിക്കുക. അതൊക്കെയാണ് അത് പക്ക ഈ SDPക്കാരൊക്കെ ചെയ്യുന്നത്. അതായത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്, അദ്ദേഹത്തിൻ്റെ ഇത്ര തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ ഈ ലീഗിൻ്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഇത്രയും കാലം ആരുടെ കൂടെ ആയിരുന്നു? CPM ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ ബന്ധം, വർഷങ്ങളായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി ഈ UDFൻ്റെ ഈ ലീഗിൻ്റെ കൂടെ വരാൻ കാരണം തന്നെ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ഫ്രിഞ്ച് മൈൻഡ് സെറ്റ്, അതായത് ഒരു എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ UDF ആയിട്ട് പരസ്യ സഹകരണത്തിൽ, അതായത് പരസ്യമായി, നമുക്കൊരു പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു SDPക്കാർ. അതായത് അത്രത്തോളം എത്തി കാര്യങ്ങൾ. ഇനി 2026 നടക്കുന്ന ഇലക്ഷനിൽ SDPക്കാർക്ക് UDF ഒരു സീറ്റ് കൊടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല. അത് കണ്ടോ, നോക്കിയിരുന്നു, അവർക്കൊരു MLA കിട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അങ്ങനെയാണ് ലീഗിൻ്റെ നിലപാട്. അപ്പോൾ ഇവർ ഈ ലീഗിനെ ഭയങ്കര മതേതരവാദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതായത് അത് ഏറ്റവും വലിയ കോമഡി കേട്ടോ. അതായത് ഏറ്റവും വലിയ കോമഡിയാണ്. കോമഡി എന്നല്ല, അതൊരു ഒരു നെറേറ്റീവ് അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ലീഗ് എന്തോ മതേതര പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒരു മാങ്ങാത്തുലിയല്ല. ഇവരൊക്കെ ഭയങ്കര വർഗീയത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതൊരു നഗ്നമായ സത്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു 50-55 MLA ഉണ്ടായിക്കഴിഞ്ഞാൽ 2031 കേരളം ലീഗ് ഭരിക്കും എന്ന് വെച്ചാൽ SDP പറഞ്ഞ മാതിരി SDP ഭരിക്കുന്നതിന് തുല്യമാണ്. SDP ഭരിക്കുന്നതിന് തുല്യമാണ്. അവരെക്കാട്ടിയും ഭയങ്കര തീവ്രതയിൽ ലീഗ് ഭരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ കേരളം ഒരു ബംഗ്ലാദേശായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം. നമ്മൾ സോഷ്യൽ മീഡിയ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടുത്തെ മുഖ്യ
മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം ജനങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നുണ്ട്. അതായത് ഇവർ മൂടിവെക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഓൺലൈൻ ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്ന കാരണം എല്ലാ ജനങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹിന്ദു അട്രോസിറ്റീസ്, അങ്ങനെ കൂട്ടക്കൊല, അങ്ങനെ പല പല കാര്യങ്ങൾ, അവരെ ആരാധനാലയങ്ങൾ അടിച്ച് തകർക്കുക, ഭീഷണിപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ രജിസ്റ്റർ അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് വാങ്ങുക, അവരെ സർക്കാർ ജോലിയിൽ നിന്ന് നിർബന്ധിച്ച് ഇത് റിസൈൻ ചെയ്യിപ്പിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറും കേട്ടോ. അതാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നുണ്ടല്ലോ, കേരളം അടുത്ത ബംഗ്ലാദേശ് ആകും എന്ന് പറയാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കേരളത്തിൽ നടക്കുന്നുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്, ഇത്തരത്തിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് അവർക്ക് ഇവിടുത്തെ മീഡിയകളും മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ അവർക്ക് മതേതര മുഖം മൂടി അണിഞ്ഞു നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്ത് കാണിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ശരിക്കും കേരളത്തിലെ അപ്പോഴേ ഇവിടുത്തെ മതേതര ജന്തുക്കളും മതേതര ക്രിസ്ത്യാനികളൊക്കെ പഠിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അത് ഇവർക്കൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അവിടെ ഒരു മുസ്ലിമായ ഒരാൾ അവിടെ ഫീൽഡ് ചെയ്യില്ല, അവിടെ മത്സരിക്കാൻ അനുവദിക്കില്ല. അതായത് ഇപ്പോൾ മലപ്പുറത്തൊക്കെ ലീഗിൻ്റെ സീറ്റിൽ വേറെ ആരെങ്കിലും മത്സരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് ലീഗിൻ്റെ ആൾക്കാർ മുസ്ലിങ്ങൾ മാത്രമേ മത്സരിക്കൂ. പക്ഷേ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇവർ ഈ രണ്ട് മുന്നണികളിലും ആയിട്ടുള്ള മുസ്ലിം MLA-മാർ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ മേഖലയിൽ മത്സരിക്കുകയും അവിടുന്ന് ജയിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ മതേതര ജന്തുക്കൾ ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ച് വിടുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു 55 എന്നൊരു സംഖ്യ ടച്ച് ചെയ്ത് 50 മുകളിൽ സംഖ്യ വരിക എന്ന സമയത്ത് അന്ന് ലീഗ് കേരളം ഭരിക്കും. അതായത് 2031 SDP പറഞ്ഞ പ്രകാരം 2031 ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞത് അത് സത്യമാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ലീഗ് ഭരിക്കുന്നതും SDP ഭരിക്കുന്നതൊക്കെ ഏകദേശം എക്സാക്ട് ഈക്വലാണ്, ഒരു മാറ്റമില്ല. ഒരുപക്ഷെ SDP ഭരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തീവ്രതയിൽ ലീഗ് ഭരിക്കും. പക്ഷേ അവർ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണ്, അവരെക്കാട്ടും തീവ്രത കൂടുതൽ ഇപ്പോൾ ലീഗിനാണ് എന്നൊരു കാര്യം നഗ്നമായ ഒരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളെ ആരെ തിരഞ്ഞെടുത്ത് വിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു വക്കാലത്തുമായിട്ട് രണ്ട് മുന്നണികളും വരും. അതായത് നിങ്ങളുടെ ഭൂരിപക്ഷമുള്ള മേഖലയിൽ അവർക്ക് വേണ്ടി അവരുടെ മുസ്ലിം കാൻഡിഡേറ്റിനെ അവിടെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടോ 2026 ഈ രണ്ട് മുന്നണികളിലും മെയിനായിട്ട് നടക്കുന്ന ഒരു ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ മെയിൻ ഒരു കാര്യം ഇതായിരിക്കും. അതായത് അവരുടെ മെജോറിറ്റിയിലെ മേഖലകൾ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റീവാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരിയാണ് അവരുടെ സീറ്റുകൾ, അവർ മത്സരിക്കുന്ന സീറ്റുകൾ, അവർ ഭൂരിപക്ഷമുള്ള മേഖലകൾ. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞ മേഖലകളിൽ ഇത്തരം സ്ഥാനാർത്ഥികളെ നിർത്തി അവർ വിജയിപ്പിച്ചെടുക്കും. ഒരു തവണ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു അവകാശമായി കൊണ്ടു നടക്കും ഇത്തരം ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ആരെ തിരഞ്ഞെടുത്ത് അസംബ്ലിയിലേക്ക് അയക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇവിടെ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഭരിച്ചെന്ന് ആലോചിച്ചൊക്കെ ഇപ്പം തന്നെ ഇവിടെ പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തതിൻ്റെ വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതായത് അമിതമായ ഇസ്ലാമിക വൽക്കരണം ഇവിടെ കൂടുതലാണെന്നുള്ള ഒരു ബോധം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സ്മാർട്ട് സിറ്റിയൊക്കെ പൂട്ടിപ്പോയില്ലേ, സർക്കാർ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങൾ. അങ്ങനെ സ്മാർട്ട് സിറ്റിയൊക്കെ ആരും ഇൻവെസ്റ്റേഴ്സോ ടെക്കികളോ ആരും കേരളത്തോട് വരുന്നില്ല. ഉള്ള എല്ലാവരും കേരളം വിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരാൾക്കും കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. അതിന് പിന്നിൽ ഈ ഇത്തരത്തിലുള്ള പുറത്തുനിന്നാരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങും. അതായത് എല്ലാവർക്കും പേടി. അവരൊക്കെ പറഞ്ഞ് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നത്, അതായത് ഈ കമ്മ്യൂണിസം ഭയങ്കര കൂടുതലാണ്. അത് ശരിക്കും അതൊരു ഘടകമാണ്. പക്ഷേ അതിനെക്കാട്ടി ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഭയപ്പെടുന്നത് ഈ ഇസ്ലാമൈസേഷൻ്റെ ഒരു കേരളത്തിൽ നടക്കുന്ന ഈ അമിതമായ ഇസ്ലാമിക വൽക്കരണം തന്നെയാണ് പ്രശ്നം. അതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തതിൻ്റെ പ്രധാന ഒരു കാരണം തന്നെ അതാണ്. നമുക്കറിയാം നമ്മുടെ കിറ്റക് സാബുവൊക്കെ ഇവിടുന്ന് വിട്ടുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലേക്ക് SDP-യുടെ ഭീകരമായ കരങ്ങളുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് കിറ്റക് സാബുവിന് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോകേണ്ടി വന്നത്. ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, 2026 ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടേണ്ട ആരെയാണെന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.